outstanding for the month. ഓക്കെ, കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസാക്ഷൻ എന്ത് ചെയ്തു, അവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, 30-ാം തീയതി വരെയുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്തു, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ജേണൽ എഴുതാന്ന് ഇനി ബുദ്ധിമുട്ടുണ്ടോ? എളുപ്പല്ലേ? ഇതിൽ ഏതെങ്കിലും ഒന്ന് മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കാം. എവിടെയെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവർക്കും മനസ്സിലായിട്ടാണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ, സയൻസിലെ പിള്ളേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടോ? എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ. നിങ്ങൾ നമുക്ക് അറിയില്ലല്ലോ, പറയൂ. മനസ്സിലായി സർ. മനസ്സിലായിട്ടുണ്ട്. ക്ലിയർ ആണ് എല്ലാവർക്കും? ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ഇതിന്റെ ലെഡ്ജറിലേക്കാണ്. ബ്രേക്ക് ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? ബ്രേക്ക് വേണോ? വേണ്ട സർ. വേണ്ട. ഓക്കെ, വേണ്ട സർ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അടുത്തായിട്ട് ഈ ഒരു ജേണൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് ലെഡ്ജറിലാണ് ചെയ്യേണ്ടത്. ജേണൽ കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ട് സൈക്കിൾ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ലേ? ജേണൽ കഴിഞ്ഞാൽ അടുത്തായിട്ട് പോകുന്നത് എവിടേക്കാണ്? ലെഡ്ജറിലേക്കാണ്. അപ്പൊ ലെഡ്ജറിനെ പറ്റി നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. എന്തൊക്കെയാണ് ലെഡ്ജറിൽ വരുന്ന കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എന്താന്ന് ഓർക്കുന്നുണ്ടോ നിങ്ങള്? എന്താ ലെഡ്ജർ എന്ന് ഓർക്കുന്നുണ്ടോ? ലെഡ്ജർ എന്താന്ന് ഓർക്കുന്നുണ്ടോ? ആരും ഓർക്കുന്നില്ല? എന്താണ് ലെഡ്ജർ? നമ്മൾ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യും ജേണലിൽ നിന്നും. നമ്മൾ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? ലെഡ്ജറിൽ. ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യുന്ന ലെഡ്ജറിലാണ്. ആദ്യം ട്രാൻസാക്ഷൻ എവിടുന്ന പോസ്റ്റ് ചെയ്യുക അതറിയണ്ടേ? ഇത് എവിടുന്ന കൊണ്ടുപോവുക? ജേണലിൽ നിന്ന്. ജേണലിൽ നിന്ന് കൊണ്ടുപോകും അല്ലേ? ജേണലിൽ നിന്ന് നമ്മൾ ട്രാൻസാക്ഷൻ എവിടേക്ക് കൊണ്ടുപോകും? ലെഡ്ജറിലേക്ക് കൊണ്ടുപോകും. അപ്പൊ എന്താ ഈ ലെഡ്ജർ? ലെഡ്ജറിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു. എന്താ ഈ ലെഡ്ജർ പറഞ്ഞ സാധനം? എന്താ ലെഡ്ജർ? ലെഡ്ജർ എന്ന ഒരു അക്കൗണ്ടിനാണ് ലെഡ്ജർ എന്ന് പറഞ്ഞത്. ഫൈനാൻഷ്യൽ അക്കൗണ്ട് കീപ്പ് ചെയ്യണ ബുക്ക്. ഫൈനാൻഷ്യൽ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്ന ഒരു ബുക്ക് അല്ലേ? ഒരു ബുക്ക് എന്ന് പറഞ്ഞു. ബുക്ക് എന്ന് പറഞ്ഞാൽ ശരിയാ. ഈ ബുക്കിൽ എന്താ ഉണ്ടാവുക? ക്യാഷ് ബുക്ക്, അങ്ങനത്തെ ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. ട്രാൻസാക്ഷൻസ് ആണ് സെപ്പറേറ്റ് അക്കൗണ്ട്സ്. ഒരുപാട് അക്കൗണ്ട്സ് ഉണ്ടാവും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ പർച്ചേസ് അക്കൗണ്ട് എഴുതി, സെയിൽസ് അക്കൗണ്ട് എഴുതും, അല്ലെങ്കിൽ പി നാഷണൽ ബാങ്ക് അക്കൗണ്ട്. ഈ അക്കൗണ്ട് ഒക്കെ ലെഡ്ജർ ഫോളിയോ എന്ന് എഴുതിയിട്ടുണ്ടാവും. ലെഡ്ജറിൽ ഒരു പേജ് ഓരോ അക്കൗണ്ട് ഉണ്ടാവുക അല്ലേ? അപ്പൊ ഒരുപാട് ഇതുപോലുള്ള അക്കൗണ്ട്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അക്കൗണ്ട്സ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ബുക്കിനെ നമ്മൾ എന്ത് പറയുന്നത്? ലെഡ്ജർ എന്ന് പറയുന്നത്. ലെഡ്ജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ഇതുപോലെ ഒരുപാട് അക്കൗണ്ട്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ബുക്ക്. അപ്പൊ നിങ്ങൾ അടുത്ത നോട്ടിൽ ഒരു പേജ് ആയിട്ട് ലെഡ്ജർ എന്ന ഹെഡിങ് കൊടുക്കുക കേട്ടോ. ലെഡ്ജർ എന്ന ഹെഡ് കൊടുക്കുക. കൊടുത്തോ? കൊടുത്തു. അതിൽ എഴുതാം. ഫസ്റ്റ് ഓരോ പോയിന്റ് ആയിട്ട് എഴുതിയാൽ മതി. ഇറ്റ്സ് എ ബുക്ക്. ഇറ്റ്സ് എ ബുക്ക് which contains accounts. Which contains account. It's a book which contains accounts. Okay. ടെക്സ്റ്റിൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് ലെഡ്ജറിൽ പറഞ്ഞ ഞാൻ ഒരു ഓർഡറിൽ എടുത്തു പോവാ കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റിൽ പേജ് നമ്പർ 45 കാണുന്നുണ്ട്. ഇറ്റ്സ് എ ബുക്ക് വിച്ച് കണ്ടെയ്ൻസ് അക്കൗണ്ട്സ്. ഇറ്റ് ഈസ് നോൺ ആസ് ലെഡ്ജർ. ഇനി ഈ ലെഡ്ജറിന് നമ്മൾ നേരത്തെ നമ്മൾ ജേണലിൽ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? കുറെ മറ്റുള്ള പേരുകൾ എന്തൊക്കെയായിരുന്നു? ബുക്സ് ഓഫ് പ്രൈം എൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതേപോലെ നമ്മുടെ ലെഡ്ജറിനും കുറച്ച് പേരുകളുണ്ട്. ആ പേരെന്തൊക്കെയെന്ന് നോട്ട് ചെയ്യാം. അപ്പൊ അടുത്ത പോയിന്റ് ആയിട്ട് എഴുതുക. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ്. അടുത്ത പോയിന്റ് ആയിട്ട് എഴുതുക കേട്ടോ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എന്തൊക്കെ ഓരോന്ന് 1 by 1 ആയിട്ട് എഴുതുക. പ്രിൻസിപ്പൽ ബുക്ക്. പ്രിൻസിപ്പൽ ബുക്ക് ഇവിടെ എഴുതുന്നുണ്ട്. പ്രിൻസിപ്പൽ ബുക്ക്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ദ പ്രിൻസിപ്പൽ ബുക്ക്. പ്രിൻസിപ്പൽ ബുക്ക് എന്ന് പറയുന്നുണ്ട് ഇതിനെ. ഇനി അടുത്തായിട്ട് പറയുന്നത് കിങ് ഓഫ് ഓൾ ബുക്സ്. അടുത്ത പേരാണ് കിങ് ഓഫ് ഓൾ ബുക്ക്. എന്താ കിങ് എന്ന് പറഞ്ഞാൽ? കിങ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? ബിസിനസ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ഇത് ലെഡ്ജർ. അതുകൊണ്ടാണ് ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നായതുകൊണ്ടാണ് ഇത് കിങ് ഓഫ് ഓൾ ബുക്സ്. ബുക്ക് കീപ്പിങ്ങിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്കാണ്. അതുകൊണ്ട് കിങ് ഓഫ് ഓൾ ബുക്സ് എന്ന് കൂടി എന്തിനു പറയുന്നുണ്ട്? നമ്മള് ഈ ലെഡ്ജറിനെ പറയുന്നുണ്ട് കിങ് ഓഫ് ഓൾ ബുക്സ് എന്ന് പറയുന്നുണ്ട്. അടുത്തതായിട്ട് പറയുന്നത് ബുക്സ് ഓഫ് ഫൈനൽ എൻട്രി. അടുത്ത പേജാണ് ബുക്സ് ഓഫ് ഫൈനൽ എൻട്രി. നമ്മൾ ഒറിജിനൽ എൻട്രിയിൽ പ്രൈം എൻട്രി എവിടെയായിരുന്നു? നമ്മുടെ ജേണലിലായിരുന്നു ഒറിജിനൽ എൻട്രി അല്ലെങ്കിൽ പ്രൈം എൻട്രി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് മാറിയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ആ ഒറിജിനൽ എൻട്രി അല്ലെങ്കിൽ പ്രൈം എൻട്രിയെ നമ്മൾ ഫൈനൽ ആയിട്ട് എവിടേക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്? ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് നമ്മൾ അടുത്ത ബാലൻസ് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ല ഇവിടുന്ന് വേറെ എവിടേക്കും കൊണ്ടുപോകുന്നില്ല. ഓക്കെ. സോ ബുക്സ് ഓഫ് ഫൈനൽ എൻട്രി എന്ന് കൂടി എന്തിനാ അറിയപ്പെടുന്നുണ്ട്? ലെഡ്ജർ അക്കൗണ്ടിന് പറയുന്നുണ്ട്. ലെഡ്ജർ അക്കൗണ്ട്സ് നമ്മൾ പറയുന്നത് ലെഡ്ജറിലെ പറയുന്നതാണ് ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി. അപ്പൊ ലെഡ്ജറിൽ നമ്മൾ പറയുന്ന പേരുകൾ ഒന്ന് പ്രിൻസിപ്പൽ ബുക്ക് എന്ന, രണ്ടാമത് കിങ് ഓഫ് ഓൾ ബുക്സ് എന്ന് പറയുന്നുണ്ട്, മൂന്നാമതായിട്ട് ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി എന്ന് പറയുന്നുണ്ട്. ഇത്രയും കാര്യം മനസ്സിലായിട്ടുണ്ടോ? എന്താ ലെഡ്ജർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? ലെഡ്ജറിന് ഇറ്റ്സ് എ ബുക്ക് വിച്ച് കണ്ടെയ്ൻസ് അക്കൗണ്ട്സ്. അക്കൗണ്ട്സുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ബുക്കാണ് ലെഡ്ജർ. ചില ബിസിനസ്സുകളൊക്കെ ലെഡ്ജർ കാണിച്ചത് ലെഡ്ജർ ബുക്കായിട്ട് അവർ കീപ്പ് ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ നമുക്ക് പല ബിസിനസ്സിലും നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റം ആയതുകൊണ്ട് അതിന്റെ ബുക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ അവിടെ അക്കൗണ്ട്സ് ഉണ്ടാവാം. ഓക്കെ. അപ്പൊ എന്തായാലും അത് മനസ്സിലായിട്ടുണ്ടാവാം. ഈ ഡൗട്ട് ഉണ്ടെങ്കിൽ ആരെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഡൗട്ട് ഏതെങ്കിലും വേർഡിൽ ഉണ്ടെങ്കിൽ ചോദിക്കുക. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഒന്നും മിണ്ടുന്നില്ലല്ലോ. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ. ക്ലിയർ ആണ്. ഓക്കെ. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ. ഇനി ഇത്രയും മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് അടുത്തായിട്ട് നോക്കേണ്ടത് നമ്മൾ ജേണലിന്റെ ഫോർമാറ്റ് പഠിച്ച പോലെ തന്നെ ലെഡ്ജറിന് ഒരു ഫോർമാറ്റ് ഉണ്ട്. എന്താണ് ലെഡ്ജറിന്റെ ഫോർമാറ്റ് നോക്കാം കേട്ടോ. എന്താ ലെഡ്ജറിന്റെ ഫോർമാറ്റ് നോക്കൂ. ലെഡ്ജർ അക്കൗണ്ട് തന്നിട്ടുണ്ട്. ലെഡ്ജർ അക്കൗണ്ട് ഫോർമാറ്റ് ടെക്സ്റ്റിൽ പേജ് നമ്പർ 46 ആയിരിക്കും. നോക്കാം. ആദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോണ്ടാക്ട് ക്ലാസ് കറക്റ്റ് ആയിട്ട് നമ്മൾ ക്ലാസ് കോളേജിൽ കിട്ടിയ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ടി ഫോർമാറ്റിലാണ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നില്ലേ? രണ്ട് സൈഡ് ഉണ്ട്. ടീയുടെ എന്ന് പറഞ്ഞാൽ രണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡ് ഉണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മൾ എന്ത് പറയും? ഡെബിറ്റ് സൈഡ് എന്ന് പറയും. റൈറ്റ് ഹാൻഡ് സൈഡ് എന്ത് പറയും? ക്രെഡിറ്റ് സൈഡ് എന്ന് പറയും.
ഓക്കെ, അതാണ് ഇതിന് ഫോർമാറ്റ് ആയിട്ട് വരുന്നത്. sir. ഈ ഡെബിറ്റ് സൈഡിലുള്ള അതേപോലെയാണ് ക്രെഡിറ്റ് സൈഡിലും വരുന്നത്. രണ്ട് ഭാഗത്ത് ഒരേപോലെയുള്ള കോളംസാണ് വരുന്നത്. എന്ന ഒരു ഡേറ്റ് കോളം വരുന്നുണ്ട്. നമ്മൾ നേരത്തെ ജേണലിൽ കൊടുത്ത പോലെ എന്നാ ട്രാൻസാക്ഷൻ നടക്കുന്ന ഡേറ്റ്, ആ ഡേറ്റ് നമ്മൾ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡേറ്റ് കോളം വന്നുള്ളത്. ദെൻ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ നമ്മൾ ഇവിടെ നറേഷൻ ഒന്നും കൊടുക്കില്ല. ഇവിടെ അക്കൗണ്ട്, ഇപ്പൊ ലെഡ്ജർ അക്കൗണ്ടിൽ ഫസ്റ്റ് ഹെഡിങ് ഉണ്ടാവും കേട്ടോ. ആ ഹെഡിങ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതുമ്പോൾ ആ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു എന്നർത്ഥം. ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് അക്കൗണ്ട് കൊണ്ട് ഡെബിറ്റ് ചെയ്തു, അത് നമുക്ക് എങ്ങനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കട്ടോ. അപ്പൊ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഹെഡിങ് ഉണ്ടാവും. എക്സാമ്പിൾ ആയിട്ട് രാം അക്കൗണ്ട് എന്ന് വിചാരിക്കുക. റാം അക്കൗണ്ടിന് പേര് കൊടുത്തു, റാം അക്കൗണ്ട് ആണെന്ന് വിചാരിക്കുക. റാം അക്കൗണ്ട് എന്ന് പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ റാമിന് ഡെബിറ്റ് സൈഡിൽ ഈ പർട്ടിക്കുലർ കോളത്തിൽ എന്ത് വന്നാലും അതിനർത്ഥം എന്താ, റാം അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. അത് ഏത് അക്കൗണ്ട് കൊണ്ടാണ് ഡെബിറ്റ് ചെയ്തത്, ഡെബിറ്റ് ചെയ്യാൻ കാരണമായ അക്കൗണ്ട് ഏതാണ്, ആ അക്കൗണ്ടിന്റെ പേരാണ് അവിടെ കൊടുക്കുക. പർട്ടിക്കുലർ കോളത്തിൽ അക്കൗണ്ടുകളുടെ പേരാണ് വരിക. നറേഷൻ വരില്ല. നറേഷൻ പോലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വരില്ല. ജസ്റ്റ് ഏതാണ് അക്കൗണ്ട് അത്ര മാത്രമാണ് എന്ത് വരിക, ആ കോളത്തിൽ പർട്ടിക്കുലർ കോളത്തിൽ വരിക. അടുത്ത കോളമാണ് ജേണൽ ഫോളിയോ. നമ്മൾ ജേണലിൽ എന്ത് എഴുതി, ലെഡ്ജർ ഫോളിയോ എന്ന് എഴുതി. ലെഡ്ജറിൽ എന്ത് എഴുതും, ജേണൽ ഫോളിയോ. കാരണം നമ്മൾ ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ, ലെഡ്ജറിലേക്ക് ഇങ്ങോട്ട് ട്രാൻസാക്ഷൻസ് കൊണ്ടുവരുമ്പോൾ അവിടേക്ക് ഏത് പേജിൽ നിന്നാണോ ഇത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, ജേണലിലെ ഏത് പേജിൽ നിന്ന്, ഒന്നാമത്തെ പേജിൽ നിന്നാണോ രണ്ടാമത്തെ പേജിൽ നിന്നാണോ എത്രാമത്തെ പേജിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, ആ കാര്യമാണ് എന്ത് ചെയ്യുന്നത്, ലെഡ്ജറിൽ നമ്മൾ ജേണൽ ഫോളിയോ എന്ന കോളത്തിൽ കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് എമൗണ്ട് കോളം. എമൗണ്ട് എന്നത് ഡെബിറ്റ്. ഇവിടെ നിങ്ങൾ ഏത് അക്കൗണ്ട് എഴുതുന്നോ അതിന് നേരെ നിങ്ങൾ ജേണലിൽ എത്രയാണോ എമൗണ്ട് എഴുതിയിട്ടുള്ളത് ആ എമൗണ്ട് ആണ് ഇവിടെ കാണിക്കേണ്ടത്, എമൗണ്ട് കോളത്തിൽ കാണിക്കേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് വരുന്നത്. ഇതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ക്രെഡിറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും ഡേറ്റ് കോളം വരുന്നുണ്ട്, പർട്ടിക്കുലേഴ്സ് കോളം, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, എമൗണ്ട്. എന്ത് ചെയ്യുന്നു, ട്രാൻസാക്ഷന്റെ ഡേറ്റ് എന്നാണോ അത് എഴുതുന്നു. ഇതിന് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എന്ത് ചെയ്തു, ഇവിടെ ഒരു അക്കൗണ്ടിന് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ക്രെഡിറ്റ് ആണ്. ഈ അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യാൻ കാരണമായിട്ടുള്ള അക്കൗണ്ട് ഏതാണോ ആ അക്കൗണ്ട് പേര് എന്ത് ചെയ്യുന്നു, പർട്ടിക്കുലേഴ്സ് കോളത്തിൽ കാണിക്കുന്നു. ദെൻ ജേണൽ ഫോളിയോ. ജേണൽ ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ജേണൽ ഫോളിയോ എന്ന് പറഞ്ഞാൽ ഏത് പേജിൽ നിന്നാണോ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, ജേണലിലെ ഏത് പേജാണോ ഈ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ആ ട്രാൻസാക്ഷന് പേജ് നമ്പർ ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് കൂടി നമ്മൾ കാണിക്കുന്നു. ഇത്രയുമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് ഫോർമാറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ക്ലിയർ ആണോ ഈ പറഞ്ഞത്? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യും? ക്ലിയർ ആണ് സർ. ഓക്കെ, ക്ലിയർ ആണ് സർ. ഓക്കെ. മനസ്സിലാവാത്തിട്ടുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഏത് പോയിന്റ് ആണ് മനസ്സിലാവാത്തത് ചോദിക്കാം. അതെ, അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ടത് ലെഡ്ജറിൽ നിന്ന് പോസ്റ്റിംഗ് എന്ന ടേമാണ്. ലെഡ്ജർ പോസ്റ്റിംഗ്. എന്താ ലെഡ്ജർ പോസ്റ്റിംഗ്? അപ്പൊ നമ്മൾ ലെറ്റർ ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന പോലെ എന്തെങ്കിലും കൊണ്ട് പോസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണത്. അങ്ങനെ എന്തെങ്കിലും ആണോ? ലെറ്റർ ഒക്കെ നമ്മൾ പോസ്റ്റ് ബോക്സിൽ കൊണ്ടുപോയിട്ടാണോ ലെറ്റർ പോസ്റ്റ് ചെയ്യാറുണ്ട്? അങ്ങനെ എന്തെങ്കിലും ആണോ ലെഡ്ജർ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? ബുക്കൊക്കെ ഉണ്ടാക്കിയിട്ട് പോസ്റ്റ്മാനെ കൊണ്ട് ഏൽപ്പിക്കലാണോ, അല്ലെങ്കിൽ ആ പെട്ടി കൊണ്ടുപോയിട്ടില്ലാണോ? അല്ല. അല്ല. അല്ലല്ല, ഇല്ല. പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. ലെഡ്ജർ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ട്രാൻസാക്ഷൻ നമ്മൾ നടന്നു കഴിഞ്ഞാൽ, ഒരു ട്രാൻസാക്ഷൻ പർച്ചേസ് ചെയ്തു അല്ലെങ്കിൽ സെയിൽ ചെയ്തു, സാലറി കൊടുത്തു, എന്ത് ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എവിടെ എഴുതും? അത് ആദ്യം എവിടെ എഴുതും? ജേണൽ. ആദ്യം നമ്മൾ ജേണലിൽ കൊണ്ടുപോയി എഴുതും അല്ലേ? ആ ജേണലിൽ എഴുതിയ ശേഷം നമ്മൾ എന്ത് ചെയ്യും, ആ എഴുതിയ ആ ട്രാൻസാക്ഷൻ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെഡ്ജർ അക്കൗണ്ടുകളിലേക്ക് മാറ്റും, അക്കൗണ്ടിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരും. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ എന്ന് കാണുന്ന ആ ഭാഗത്ത് എന്ത് ചെയ്യും, പർച്ചേസ് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡെബിറ്റ് ചെയ്ത ആ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യും, പർച്ചേസ് അക്കൗണ്ടിലും കാണിക്കും. ക്യാഷ് നമ്മൾ കൊടുത്തിട്ടില്ല ഇവിടെ ടു ക്യാഷ് അക്കൗണ്ട്, അപ്പൊ അതിനെവിടെയും കാണിക്കും, ക്യാഷ് അക്കൗണ്ടിലും കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ട്രാൻസാക്ഷൻ രണ്ട് അക്കൗണ്ട് കാണിക്കുന്ന ഈ രണ്ട് അക്കൗണ്ടുകളിലേക്ക് ലെഡ്ജറിലേക്ക് കൊണ്ടുവരണം. ഈ കൊണ്ടുവരുന്ന ഈ പ്രോസസ്സിനെ എന്ത് പറയുന്നത്, നമ്മൾ ലെഡ്ജർ പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ലെഡ്ജർ പോസ്റ്റിംഗ് എന്ന് ഇറ്റ് ഈസ് ദ നോട്ട് എഴുതി കേട്ടോ, നോട്ട് എഴുതി വെച്ചു, ലെഡ്ജർ പോസ്റ്റിംഗ് എന്നാണ് എഴുതിക്കോ. ലെഡ്ജർ പോസ്റ്റിംഗ്, ലെഡ്ജർ പോസ്റ്റിംഗ്. ഹെഡിങ് കൊടുത്തിട്ടുണ്ടാവും അല്ലേ?
ഫസ്റ്റ് പോയിന്റ് എഴുതാം. It is an act of moving. It is an act of moving debit and credit account balances. It is an act of moving debit and credit account balances from journal to their corresponding ledger. From journal to their corresponding ledger. ഒന്നുകൂടി പറയാം. It is an act of moving debit and credit account balances from journal to their corresponding ledger. അടുത്തൊരു പോയിന്റ് ആയിട്ട് എഴുതാം. അടുത്തൊരു പോയിന്റ് ആയിട്ട് കാണിക്കാം. നെക്സ്റ്റ് ലൈൻ അടുത്ത പോയിന്റ് ആയിട്ട്. It is the procedure of transferring an entry from a journal to a ledger account. From a journal to a ledger account. എല്ലാവരും എഴുതിയിട്ടുണ്ടാവില്ലേ? റിപ്പീറ്റ് ചെയ്യണോ? എഴുതി സർ. ഓക്കെ. ലെഡ്ജർ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാല് ഒരു എൻട്രി, നമ്മുടെ ജേണലിലുള്ള ഒരു എൻട്രി ലെഡ്ജർ അക്കൗണ്ടിലേക്ക് മാറ്റുന്നതിന് എന്ത് പറയുന്നത്? ലെഡ്ജർ പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നിയ പോലെയൊക്കെ അത് പോസ്റ്റ് ചെയ്യാണോ ചെയ്യുക? എനിക്ക് തോന്നിയ പോലെ കാണിക്കാണോ ചെയ്യുക? ഇതിനുള്ള റൂൾ ഉണ്ട്. റൂൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നോക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഒരു ഫോർമാറ്റ് എടുത്ത് നോക്കാം. ഞാൻ ജസ്റ്റ് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമുക്കറിയാല്ലേ, നിങ്ങൾക്ക് അമേരിക്കൻ അപ്രോച്ച് അറിയുന്ന ആളുകളായിരിക്കും. അമേരിക്കൻ അപ്രോച്ച് ഒക്കെ അറിയില്ലേ? എപ്പോഴും ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ അതൊക്കെ അറിയുന്ന ആളുകളാണ്. അപ്പൊ നമുക്ക് നോക്കാം ഒരു ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ റൂള് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട റൂളുകൾ വേണമെങ്കിൽ എഴുതിക്കോട്ടോ. റൂൾസ് ഫോർ റൈറ്റിംഗ് അപ്പ് അക്കൗണ്ട്സ് ഹെഡിങ് കൊടുക്കുക. റൂൾസ് ഫോർ റൈറ്റിംഗ് അപ്പ് അക്കൗണ്ട്സ്. റൂൾസ് ഫോർ റൈറ്റിംഗ് അപ്പ് അക്കൗണ്ട്സ്. ആണ് നമ്മൾ പറയുന്നത് അസറ്റുമായി ബന്ധപ്പെട്ടത്, അതേപോലെ തന്നെ എക്സ്പെൻസുമായി ബന്ധപ്പെട്ടത്. ഞാൻ മുഴുവനായിട്ട് എഴുതുന്നില്ല, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാട്ടോ. എക്സ്പെൻസസ് മുഴുവൻ എഴുതാനാണ് നല്ലത്. എക്സ്പെൻസുമായി ബന്ധപ്പെട്ടത്, ലോസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള അക്കൗണ്ട്സ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അസറ്റുമായി ബന്ധപ്പെട്ട ഒരു മെഷീനറി അക്കൗണ്ട് ആണ്, അല്ലെങ്കിൽ ബിൽഡിംഗ് അക്കൗണ്ട് ആണ്, അല്ലെങ്കിൽ മോട്ടോർ കാർ അക്കൗണ്ട് ആണ്. അങ്ങനെയുള്ള അക്കൗണ്ടിൽ എക്സ്പെൻസുമായി ബന്ധപ്പെട്ട് സാലറി, വേജസ്, അതല്ലെങ്കിൽ റെന്റ് അങ്ങനെയുള്ള അക്കൗണ്ടുകളൊക്കെ ആണെങ്കിൽ, ലോസുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന ഡിസ്കൗണ്ട് കൊടുക്കുന്ന, അതേപോലെ തന്നെ ഡിപ്രീസിയേഷൻ അതുപോലുള്ള അക്കൗണ്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഈ അക്കൗണ്ട് പ്രിപ്പയർ ലെഡ്ജറിലേക്ക് എങ്ങനെയാണ് കൊണ്ടുവരിക? ലെഡ്ജർ ഏത് സൈഡിൽ എന്ത് വന്നു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അസറ്റ്, എക്സ്പെൻസ്, അതേപോലെ ലോസ് ഇതുമായി ബന്ധപ്പെട്ട് കോമൺ ആയിട്ടുള്ള ഒരു റൂളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ മൂന്നാളും എന്ത് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിലാണ്. അസറ്റും എക്സ്പെൻസും ലോസും എന്താണ് ഒരു ഗ്രൂപ്പിൽ വരുന്ന ആളുകളാണ്. അവരെന്താ ചെയ്യുന്നത്? നമുക്കറിയാം ഒരു അക്കൗണ്ടിന് രണ്ട് സൈഡാണുള്ളത്. ഏതൊക്കെ സൈഡാണുള്ളത് പറയൂ? രണ്ട് സൈഡാണുള്ളത്. ഏതൊക്കെ സൈഡാണ്? ഡെബിറ്റ് ക്രെഡിറ്റ്. ഞാൻ മുഴുവൻ ഫോർമാറ്റ് ഒന്നും വരക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ആ ഫോർമാറ്റ്. ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. ആദ്യത്തത് ഡെബിറ്റ് സൈഡ് ആട്ടോ. ഇവിടെ ഡെബിറ്റ് സൈഡ്, ദെൻ ക്രെഡിറ്റ് സൈഡ്. ഈ ഡെബിറ്റ് സൈഡിൽ എപ്പോഴാണ് ഒരു എൻട്രി വരിക? ഒരു അക്കൗണ്ട് ഈ ഡെബിറ്റ് സൈഡിൽ വന്ന് അതിന്റെ അർത്ഥം എന്താ? ആ അസറ്റ് അല്ലെങ്കിൽ എക്സ്പെൻസ് അല്ലെങ്കിൽ ലോസ് ഇൻക്രീസ് ആവും എന്നർത്ഥം. അസറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ എന്താണ്?
ഒരു മിനിറ്റ് കേട്ടോ. ഇതിന് നിങ്ങൾ ഈ ഒരു മോഡൽ എഴുതി വെക്കുക കേട്ടോ. അസറ്റ് അല്ലെങ്കിൽ ഓർ എക്സ്പെൻസ് ഓർ ലോസ്, ഇത്രയും കാര്യം വന്നു കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കാം? ഡെബിറ്റ് സൈഡിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. അസറ്റ് ആണെങ്കിൽ അസറ്റ് ഇൻക്രീസ് ചെയ്തു, എക്സ്പെൻസ് ആണെങ്കിൽ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തു, ലോസ് ആണെങ്കിൽ ലോസ് ഇൻക്രീസ്. നമുക്കറിയാം അസറ്റ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം, എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം, ലോസ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ഇതിന്റെയൊക്കെ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഒരു എൻട്രി വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അസറ്റ് കൂടി, എക്സ്പെൻസ് കൂടി, അല്ലെങ്കിൽ ലോസ് കൂടിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് അതിന്റെ മീനിങ്. പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി സാർ. ആർക്കെങ്കിലും റിപ്പീറ്റ് ചെയ്യണമെന്ന് ഉണ്ടോ? ആർക്കെങ്കിലും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഒന്നുകൂടി പറയാം, എക്സാമ്പിൾ വെച്ച് എന്തെങ്കിലും പറയാം. റിപ്പീറ്റ് ചെയ്യണം സാർ. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് ഞാൻ എടുക്കുന്നുണ്ട് മെഷീനറി അക്കൗണ്ട് ആണെന്ന് വിചാരിക്കാം. അസറ്റിന്റെ കാര്യമാണ്. മെഷീനറി അക്കൗണ്ട് എടുത്തു. അതിന് ഡെബിറ്റ് സൈഡ് ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെബിറ്റ് സൈഡാ. അവിടെ ഞാൻ ടു എന്തൊക്കെ പിന്നെ പറയാട്ടോ. ടു ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 1 ലക്ഷം രൂപ എഴുതിയിട്ടുണ്ടെങ്കിൽ 1 lakh rupees എഴുതിയിട്ടുണ്ട് അവിടെ. ടു ക്യാഷ് അക്കൗണ്ട് എന്നിട്ട് 1 lakh rupees എഴുതിയാൽ അതിന്റെ അർത്ഥം എന്താ? 1 ലക്ഷം രൂപയുടെ മെഷീനറി കൂടിയിട്ടുണ്ട്. ഓക്കെ, അവിടെ എന്ത് എൻട്രി വന്നാലും ഏത് അക്കൗണ്ട് വന്നാലും അതിന്റെ അർത്ഥം എന്താ? ആ മേലെ പറഞ്ഞ പേരിലുള്ള ആ അക്കൗണ്ടിൽ അത് അസറ്റ് ആവാം, എക്സ്പെൻസ് ആവാം, ലോസ് ആവാം, എന്തായാലും ഡെബിറ്റ് സൈഡിലാണ് വന്നിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ ഐറ്റം എന്ത് ചെയ്തിട്ടുണ്ട്? കൂടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ സാലറി ആണെന്ന് വിചാരിച്ചോ. സാലറി ആണെങ്കിൽ സാലറിയില് ടു ക്യാഷ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ 5000 രൂപ വന്നു എന്ന് വിചാരിക്കാം. 5000 രൂപ സാലറിയിൽ കാണിച്ചിട്ടുണ്ട്. 5000 രൂപ സാലറി കാണിച്ചു അർത്ഥം എന്താ? സാലറി 5000 രൂപ കൂടിയിട്ടുണ്ട്. പുതുതായിട്ട് സാലറി എന്ത് 5000 രൂപ കൂടിയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഇനി നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ക്രെഡിറ്റ് സൈഡ്. ക്രെഡിറ്റ് സൈഡിൽ എന്തെങ്കിലും ഐറ്റം വന്നതിന്റെ അർത്ഥം എന്താ? അവിടെ ഡിക്രീസ് വന്നിട്ടുണ്ട്. ഈ അക്കൗണ്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിക്രീസ് വന്നിട്ടുണ്ട്. അക്കൗണ്ട് കുറഞ്ഞിട്ടുണ്ട്. അസറ്റ് ആയാലും എക്സ്പെൻസ് ആയാലും ലോസ് ആയാലും എന്താണ്? ക്രെഡിറ്റ് സൈഡിൽ ഒരു ഐറ്റം വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ആ അസറ്റ് കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എക്സ്പെൻസ് കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ലോസ് എന്ത് ചെയ്തിട്ടുണ്ട്? കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞ മനസ്സിലായോ? ഡെബിറ്റ് സൈഡിൽ വന്ന ഇതെല്ലാം കൂടി, അസറ്റ് കൂടി, എക്സ്പെൻസ് കൂടി, ലോസ് കൂടി എന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നുണ്ടെങ്കിലോ അസറ്റ് ആണെങ്കിൽ അസറ്റ് കുറഞ്ഞു, എക്സ്പെൻസ് ആണെങ്കിൽ എക്സ്പെൻസ് കുറഞ്ഞു, ലോസ് ആണെങ്കിൽ എന്ത് ചെയ്തു? ലോസ് കുറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, പറഞ്ഞത് ക്ലിയർ ആണോ? ഹലോ, ഒന്നും മിണ്ടാത്ത എന്താ? ക്ലിയർ അല്ല? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. അടുത്തായിട്ട് നമ്മൾ നോക്കേണ്ടത് കാറ്റഗറി എന്നുള്ള ഗ്രൂപ്പ്. ഇനി ആരൊക്കെ എടുക്കാത്തത്? അസറ്റും എടുത്തു, എക്സ്പെൻസും എടുത്തു, ലോസ് എടുത്തു. ലയബിലിറ്റി എടുത്തിട്ടുണ്ടോ? ലയബിലിറ്റിയുടെ ഗ്രൂപ്പ്, ലയബിലിറ്റി, അതേപോലെ തന്നെ ക്യാപിറ്റൽ, ലയബിലിറ്റി, ക്യാപിറ്റൽ. പിന്നെ ആരാണ് എടുക്കാനുള്ളത്? ഇൻകം എടുത്തിട്ടുണ്ടോ? ഇൻകം. പിന്നെ ആരാളുള്ളത്? പറയടോ. ഗെയിൻ. യെസ്, ഇൻകംസ് ആൻഡ് ഗെയിൻ. ഇത്രയും ആളുകൾ എന്ത് ചെയ്യുന്നു? ഒരു ഗ്രൂപ്പിലാണ് വരുന്നത്. ഇവരുടെ ഡെബിറ്റ് സൈഡോ ക്രെഡിറ്റ് സൈഡോ നോക്കാം. ഇവരുടെ ഡെബിറ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാമ്പിൾ ഒരു ഫോർമാറ്റ് വരച്ചു വെക്കുക നിങ്ങളെ. ഏതൊക്കെയാണ് വരുന്നത്? ഒന്നില്ലെങ്കിൽ ക്യാപിറ്റൽ ആവാം, അല്ലെങ്കിൽ എന്താവാം? ലയബിലിറ്റി ആവാം, അതല്ലെങ്കിൽ ഇൻകം ആവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഗെയിൻസ് ആവാം. ഇവരുടെ ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് എങ്ങനെ വരും? ഒരു ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ അല്ലെങ്കിൽ ഒരു ലയബിലിറ്റി അക്കൗണ്ട്, ഒരു ഇൻകം അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എന്തെങ്കിലും ഒരു ഐറ്റം വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആ
അവിടെ ഡിക്രീസ് വന്നിട്ടുണ്ട്, കുറവ് വന്നിട്ടുണ്ട്. എന്താണ്? ഡെബിറ്റ് സൈഡ് വന്നു കഴിഞ്ഞാൽ ഡിക്രീസ്, ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്തിട്ടുണ്ട്, ലയബിലിറ്റി ഡിക്രീസ് ചെയ്തിട്ടുണ്ട്, ഇൻകം ഡിക്രീസ് ചെയ്തിട്ടുണ്ട്, ഗെയിൻസ് ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. ഡെബിറ്റ് സൈഡിൽ എൻട്രി വന്നാൽ അതാണ് അർത്ഥം. ഓക്കെ. ക്രെഡിറ്റ് സൈഡിൽ ഒരു ഐറ്റം വന്നു കഴിഞ്ഞാൽ അർത്ഥം എന്താ? ഇതെല്ലാം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ക്രെഡിറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇൻക്രീസ് വന്നിട്ടുണ്ട്. ക്രെഡിറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. അപ്പൊ എക്സാമ്പിൾ നോക്കാട്ടോ നമുക്ക്. നമ്മൾ ക്യാഷ് കൊടുക്കാനുള്ള ഒരാളാണ്. ആളുടെ പേര് മിസ്സസ് എക്സ് എന്നൊരാളുടെ അക്കൗണ്ട്. നമ്മൾ ക്യാഷ് കൊടുക്കാൻ, നമ്മളെ ലയബിലിറ്റി ആണ് കേട്ടോ. ലയബിലിറ്റി വന്നു, അയാളുടെ കയ്യിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് കിട്ടി, അയാൾ ഇങ്ങോട്ട് ക്യാഷ് തന്നു. അങ്ങനെയാണെന്ന് വിചാരിക്കുക. അതല്ലേ, സോറി, ക്യാഷ് വേണ്ട, കൺഫ്യൂസ്ഡ് ആവും. അയാൾ നിന്ന കയ്യിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തു, കടത്തിന് പർച്ചേസ് ചെയ്തു. അപ്പൊ ഞാൻ എന്ത് അക്കൗണ്ട് എഴുതുക? പർച്ചേസ് അക്കൗണ്ട് അറ്റഡ് ടു മിസ്സസ് എക്സ് അക്കൗണ്ട്. അപ്പൊ അയാൾക്ക് അയാളുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്താലേ അയാളുടെ കയ്യിൽ നിന്ന് ക്യാഷ് കൊടുക്കണം, ക്യാഷ് കൂടുകയാണ് അല്ലേ. അപ്പൊ പർച്ചേസ് ചെയ്യുന്ന കാരണം കൊണ്ട് എന്ത് ചെയ്തു? അയാൾക്ക് കൊടുക്കാൻ എമൗണ്ട് കൂടി. ഞാൻ എന്ത് ചെയ്തു? ബൈ പർച്ചേസ് അക്കൗണ്ട്. ഈ ബൈയും ടൂന്ന് ഇപ്പൊ നോക്കണ എന്താന്ന് പറഞ്ഞുതരാം കേട്ടോ. ബൈ പർച്ചേസ് എന്നുകൊണ്ട് അയാളുടെ കയ്യിൽ 10,000 രൂപ, 10,000 rupees ഞാൻ എഴുതി. അപ്പൊ അതായത് അയാളുടെ കയ്യിൽ നിന്ന് കൊടുക്കാൻ്റെ അയാൾക്ക് എമൗണ്ട് കൂടുമ്പോൾ ഞാൻ എവിടെ എഴുതി? ക്രെഡിറ്റ് സൈഡിൽ എഴുതി. ക്രെഡിറ്റ് സൈഡിൽ ഒരു എൻട്രി വന്നപ്പോൾ അയാൾ കൊടുക്കാൻ എമൗണ്ട് കൂടി. ഇനി അയാൾ ക്യാഷ് കൊടുത്തു എന്ന് വിചാരിക്കാം. ക്യാഷ് കൊടുത്ത് ഞാൻ എന്ത് ചെയ്യും? അയാൾ ക്യാഷ് കൊടുത്തതിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതും. ടു ക്യാഷ് കൊണ്ട് ക്യാഷ് ഒരു 5,000 രൂപ കൊടുത്തു വിചാരിക്കാം. അപ്പൊ 5,000 രൂപ കൊടുത്തു എന്നുള്ളത് എന്തായി? ഈ ഭാഗത്ത് നിന്ന് കുറഞ്ഞു. ക്രെഡിറ്റ് സൈഡിൽ നിന്ന് എന്ത് ചെയ്തു? ഡെബിറ്റ് സൈഡിൽ എഴുതിയപ്പോൾ ഡെബിറ്റ് സൈഡിൽ എന്ത് ചെയ്തു? ആ എമൗണ്ട് കുറഞ്ഞു എന്നർത്ഥം. മിസ്സസ് എക്സ് എന്ന ലയബിലിറ്റി ആണ്, ഇതൊരു ലയബിലിറ്റി ആണ്. ഈ ലയബിലിറ്റി ഡെബിറ്റ് സൈഡിൽ വന്ന സമയത്ത് എന്ത് ചെയ്തു? കുറഞ്ഞു. ക്രെഡിറ്റ് സൈഡിൽ വന്ന സമയത്ത് എന്ത് ചെയ്തു? കൂടിയിട്ടുണ്ട്. ഇത്രയും കാര്യമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആയോ? സാർ ഇത് ഒരു വട്ടം കൂടെ. ഒരു ലയബിലിറ്റി വന്നു കേട്ടോ. ഞാൻ ഒരു സാധനം പർച്ചേസ് ചെയ്യാണ്. എക്സ് എന്ന ആളുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. ആ എക്സ് ഞാൻ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് എക്സ് അക്കൗണ്ട്, രണ്ട് സൈഡ് ഉണ്ട്, ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ്. എക്സിന്റെ അക്കൗണ്ടിൽ ഈ ക്രെഡിറ്റ് സൈഡിൽ എന്ത് സാധനം വന്നാലും അതിനർത്ഥം എന്താ? അയാൾക്ക് കൊടുക്കാനുള്ള ക്യാഷ് കൂടി, അയാൾക്ക് കൊടുക്കാനുള്ള എമൗണ്ട് കൂടി. ഓക്കെ. ഡെബിറ്റ് സൈഡിൽ എന്തെങ്കിലും എഴുതിയാൽ അർത്ഥം എന്താ? അയാൾക്ക് കൊടുക്കാനുള്ള എമൗണ്ട് കുറഞ്ഞു. ഇതാണ് അർത്ഥം. അപ്പൊ അയാളുടെ കയ്യിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എവിടെ എഴുതും? അയാളുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കടത്തിന് വാങ്ങി കഴിഞ്ഞാൽ അയാൾക്ക് കൊടുക്കാൻ എമൗണ്ട് കൂടിയെന്നല്ലേ? അയാൾ കൊടുക്കാൻ എമൗണ്ട് കൂടി. അപ്പൊ പർച്ചേസ് ചെയ്ത് ക്രെഡിറ്റ് സൈഡിലാണ്. ക്രെഡിറ്റ് സൈഡിൽ 10,000 രൂപയ്ക്ക് ഞാൻ പർച്ചേസ് ചെയ്തു എന്ന് എഴുതി. ഓക്കെ. ഇനി അയാൾക്ക് കൊടുക്കാനുള്ള എമൗണ്ട് ഒരു 10,000 കൊടുക്കാണെങ്കിൽ 5,000 രൂപ കൊടുക്കാണ്ട് പറഞ്ഞാൽ അയാൾ കൊടുക്കുന്ന എമൗണ്ട് കുറയാന്നല്ലേ? അയാളുടെ എമൗണ്ട് കുറയല്ലേ ചെയ്യുന്നത്? 5,000 കൊടുത്തു കഴിഞ്ഞാൽ എമൗണ്ട് കുറയുന്നുണ്ടല്ലോ അല്ലേ? എക്സിന് ആദ്യം 10,000 രൂപ കൊടുക്കാണ്ട്. എന്തുകൊണ്ടാണ്? പർച്ചേസ് ചെയ്തുകൊണ്ട് 10,000 കൊടുക്കാണ്ട്. അത് കൊടുക്കാനുള്ളത് ഞാൻ എവിടെ എഴുതി? ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. ഇനി 5,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ എമൗണ്ട് കുറയല്ലേ ചെയ്യുന്നത്? ബാക്കി പിന്നെ 5,000 കൊടുത്താൽ മതിയില്ലേ? അപ്പൊ കുറയാണ്, അയാളുടെ എമൗണ്ട് കുറയുമ്പോൾ ഞാൻ എവിടെ എഴുതും? അത് ഞാൻ ഡെബിറ്റ് സൈഡിൽ എഴുതും. ക്യാഷ് കൊടുത്തു, ക്യാഷ് കഴിഞ്ഞിട്ട് 5,000 രൂപ കൊടുത്തു. 5,000 കൊടുത്തുകൊണ്ട് കാണിച്ച എന്താണ് അർത്ഥം? അയാൾക്ക് അത്രയും എമൗണ്ട് കുറഞ്ഞു. ഓക്കെ. ഇതേപോലെ തന്നെ എന്ത്? നമ്മുടെ ക്യാപിറ്റലിന്റെ കാര്യം, ഇൻകത്തിന്റെ കാര്യം, അതേപോലെ തന്നെ ഗെയിൻസിന്റെ കാര്യം, ഇവരെല്ലാം ഒരേ ഗ്രൂപ്പിലാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് എന്ത് മനസ്സിലാക്കുക? അസറ്റോ എക്സ്പെൻസോ ലോസോ ആണെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇൻക്രീസ് ചെയ്തു. ക്രെഡിറ്റ് സൈഡിൽ വന്നാൽ ഡിക്രീസ് ചെയ്തു. ഇനി ലയബിലിറ്റിയോ ക്യാപിറ്റലോ ഇൻകം അല്ലെങ്കിൽ ഗെയിൻസ് ആണെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് സൈഡിൽ വന്നാൽ ഡിക്രീസ് ചെയ്തിട്ടുണ്ടാവും, ക്രെഡിറ്റ് സൈഡിൽ വന്നാൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ. പിന്നെ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്തിട്ട് ഒരു മോഡലൊക്കെ തന്നിട്ടുണ്ട്. അസറ്റ് എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ക്രെഡിറ്റ് സൈഡ് ഡിക്രീസ് ചെയ്യുക. ഞാൻ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ കാര്യം കേട്ടോ. ഓക്കെ. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കുക. ടെക്സ്റ്റ് തന്നിട്ടുണ്ട്.
ഇനി ഒരു ഡെബിറ്റ് എന്തിനാ ഡിനോട്ട് ചെയ്യുന്നത്, അങ്ങനെ ക്രെഡിറ്റ് എന്തിനാ ഡിനോട്ട് ചെയ്യുന്നത്, അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ അക്കൗണ്ടിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്തു എന്ന് പറയാം. എക്സാമ്പിൾ ആയിട്ട് ഒരു പേഴ്സണൽ അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അർത്ഥം എന്തായിരിക്കും? പേഴ്സണൽ അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ മീനിങ് എന്നാ പറയുന്നത്? നിങ്ങൾ ഒരു കാര്യം ചെയ്യുക കേട്ടോ. ഒരു അടുത്ത പേജിൽ ഒരു ഹെഡിങ് കൊടുക്കുക, ഡെബിറ്റ് ഡിനോട്ട്സ്. ഡെബിറ്റ് ഡിനോട്ട്സ് എന്ന് കൊടുക്കുക. കൊടുത്തോ? ഡെബിറ്റ് ഡിനോട്ട്സ്. അതിന് പേജിന് പകുതിന്ന് ആ ഒരു ഹാഫ് പോർഷൻ വിട്ടിട്ട് അടുത്തായിട്ട് ഇത് ക്രെഡിറ്റ് ഡിനോട്ട്സ്. എഴുതിയോ? എഴുതി. ഓക്കെ. അപ്പൊ നമ്മൾ ഒരു പേഴ്സണെയാണ് ഡെബിറ്റ് ചെയ്യാന്ന് വിചാരിക്കാം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളുടെ പേരിലുള്ള ഒരു അക്കൗണ്ട് ആണ് വിചാരിക്കുക. അയാൾ ഡെബിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? ഇതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. എന്തായിരിക്കും ഡെബിറ്റ് ഡിനോട്ട് ചെയ്യുന്നുണ്ടാവും? ഡെബിറ്റ് ഡിനോട്ട് ഒരു പേഴ്സണെ നമ്മൾ ഡെബിറ്റ് ചെയ്ത് പറഞ്ഞാൽ അതിന് എന്തൊക്കെ സാധ്യതകളാണ് അവിടെ ഉള്ളത്, എന്തൊക്കെയാണ് അതിനുള്ള ഓപ്ഷൻസ്, അവിടെ എന്തൊക്കെയായിരിക്കും അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നോക്കാം. നമുക്ക് എന്താണ് ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ എടുക്കാം. ഞാന് രാജു എന്നൊരാൾക്ക് സാധനങ്ങൾ എന്ത് ചെയ്തു? കടത്തിന് കൊടുത്തു. ഞാൻ സെയിൽ ചെയ്തു. അത് കടത്തിനാണ് കൊടുത്തുള്ളത്. അപ്പോ അതിന് ജേണൽ എൻട്രി നിങ്ങൾക്ക് അറിയാം അല്ലെ? ജേണൽ എൻട്രി എന്താണ്? രാജു അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട് ആണ്. രാജു ഡെബിറ്റ് ചെയ്തു. അവിടെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. അപ്പൊ അയാളുടെ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ സെയിൽസിന് ഡെബിറ്റ് ചെയ്യും. രാജുവിന്റെ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും? സെയിൽസിന് ഡെബിറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ രാജുവിന്റെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാല് അതിനർത്ഥം എന്താണ്? അയാൾക്കൊരു ബെനിഫിറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടിയെന്നല്ലേ? നമ്മൾ സാധനം കടത്തിന് കൊടുത്തു, അയാൾക്കൊരു ബെനിഫിറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടിയെന്നാണല്ലോ അർത്ഥം അല്ലേ? പറഞ്ഞ മനസ്സിലായോ? രാജുവിന്റെ അക്കൗണ്ട് എടുത്തു വിചാരിക്കാം, പേഴ്സണൽ അക്കൗണ്ട് എടുത്തു വിചാരിക്കാം. രാജു അക്കൗണ്ട്. ഈ രാജു അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ഞാൻ എഴുതുകയാണ്, അയാൾക്ക് ഞാൻ സാധനം കടത്തിന് കൊടുത്തു. അപ്പൊ രാജു അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്, ഞാൻ അയാൾക്ക് സാധനം കൊടുത്തിട്ടുണ്ട്. ഒരു 500 രൂപയുടെ സാധനം കടത്തിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എഴുതി സെയിൽസ് അക്കൗണ്ട് എഴുതിയ അയാൾക്ക് എന്ത് ചെയ്തു? ഒരു ബെനിഫിറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടി അല്ലേ? നമ്മൾ സെയിൽസ് അയാൾക്ക് കടത്തിന് കൊടുത്തു, അയാൾക്ക് ബെനിഫിറ്റ് കിട്ടിയിട്ടില്ലേ? കിട്ടിയോ ഇല്ലേ? പറയടോ. ഒരു ബെനിഫിറ്റ് അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. 500 രൂപയുടെ ബെനിഫിറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെ? അയാൾക്ക് ക്യാഷ് കൊടുത്താൽ എന്ത് ചെയ്യും? ടു ക്യാഷ്. അയാൾക്ക് കുറച്ച് ക്യാഷ് കടമായിട്ട് കൊടുത്തു. ടു ക്യാഷിന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഒരു 500 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ടോ ഞാൻ, ആ ബെനിഫിറ്റ് കൊടുക്കുമ്പോഴൊക്കെ ഞാൻ എന്ത് ചെയ്യും? അയാളെ ഡെബിറ്റ് ചെയ്യും. ഒരു പേഴ്സണൽ അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേഴ്സൺ എന്ത് ചെയ്യുന്നത്? ബെനിഫിറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ആ ഡെബിറ്റ് ഡിനോട്ട്സിന് അണ്ടർലായിട്ട് എഴുതുക. ഫസ്റ്റ് പേഴ്സൺ കൊടുക്കുക. ഒന്നാമതായിട്ട് പേഴ്സൺ എന്ന് കൊടുക്കുക. ഇങ്ങനെ എഴുതുക കേട്ടോ. ഫസ്റ്റ് ഒരു പേഴ്സൺ ആണ് ഡെബിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പേഴ്സൺ ഡെബിറ്റ് ചെയ്യാൻ ഒരു ആരോ മാർക്ക് കൊടുക്കുക. ആരോ മാർക്ക് കൊടുത്തിട്ട് എഴുതുക, ഹി ഹാസ് റിസീവ്ഡ് സം ബെനിഫിറ്റ്. ഓക്കെ. ഇനി ഇയാളെ ക്രെഡിറ്റ് ചെയ്യാന്ന് വിചാരിക്കാം. നിങ്ങൾ ആ പോർഷൻ കഴിഞ്ഞിട്ട് ക്രെഡിറ്റ് ഡിനോട്ട്സ് എഴുതിയിട്ടുണ്ടോ? ഒരു പേജിന്റെ ആദ്യത്തെ ഹെഡിങ് എന്ത് ചെയ്യുക? ഡെബിറ്റ് ഡിനോട്ട്സ് കൊടുക്കുക. ഒരു പേജിന്റെ പകുതി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ഡിനോട്ട്സ് കൊടുക്കുക. അവിടെ ക്രെഡിറ്റ് ചെയ്യുക, ഒരു പേഴ്സൺ ക്രെഡിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം എന്നുള്ളതാണ്. ക്രെഡിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ക്രെഡിറ്റ് ചെയ്യുകയാണെങ്കിൽ അർത്ഥം ഇയാൾ നമ്മൾക്ക് ക്യാഷ് കൊണ്ട് തിരിച്ചു തന്നു. ഇയാൾക്ക് ഇത്ര എമൗണ്ട് 1000 രൂപയുടെ എമൗണ്ട് തരാനുണ്ട്. കാരണം എന്താ? 500 രൂപ സെയിൽസ് കൊടുത്തിട്ടുണ്ട്, 500 രൂപ ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് തിരിച്ചു തന്നു.
അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ അയാൾ നമുക്ക് വേറെ എന്തെങ്കിലും സാധനം തന്നു, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കയ്യിൽ നിന്നാണ് കടത്തിന് സാധനം വാങ്ങി, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അയാളെ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുക. എന്ത് ചെയ്യണം? എന്താ അതിന്റെ അർത്ഥം ഉണ്ടാവുക? എന്താ ഡിനോട്ട് ചെയ്യാം? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഷാഹിദ് 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 കേൾക്കുന്നില്ല? ഷാഹിദേ അവിടെ ഉണ്ടോ? ഉറങ്ങുന്നുണ്ടോ? ഷാഹിദ് ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്യോ? സാറേ കേക്കുണ്ട്. എന്താ മിണ്ടാതിരിക്കുന്നത്? അത് മൈക്ക് മ്യൂട്ടായിട്ട് സംസാരിച്ചിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞതെന്തായിരുന്നു? ഒരാളെ ക്രെഡിറ്റ് ചെയ്തു പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഡെബിറ്റ് ചെയ്താൽ അയാൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്നാ. ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാലോ അയാളുടെ അടുത്ത് പോയി, അയാളുടെ കയ്യിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഒന്നിലും അയാൾ നമുക്ക് കടത്തിന് സാധനം ഇങ്ങോട്ട് തന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അയാൾക്ക് നമുക്ക് ക്യാഷ് തന്നിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലാണ്. അപ്പൊ ക്രെഡിറ്റ് ഡിനോട്ട്സ് അതിൽ എഴുതാം പേഴ്സൺ. ഇതേപോലെ പേഴ്സൺ കൊടുക്കുക. ഒന്നാമതായിട്ട് പേഴ്സൺ കൊടുക്കുക, ഒരു ആരോ മാർക്ക് കൊടുക്കുക, എന്നിട്ട് എഴുതുക സം ബെനിഫിറ്റ് ഹാസ് ബീൻ റിസീവ്ഡ് ഫ്രം ഹിം. എഴുതാം. ആ ബ്രാക്കറ്റിൽ എഴുതാം ഇൻ ദ ഫോം ഓഫ് ക്യാഷ്, ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ഓർ ഗുഡ്സ് ഓർ സർവീസ്. ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ഓർ ഗുഡ്സ് ഓർ സർവീസ്. ആ ബെനിഫിറ്റ് കിട്ടുന്ന എന്താവാം? ക്യാഷ് ആയിട്ട് കിട്ടാം, അല്ലെങ്കിൽ ഗുഡ്സ് ആയിട്ട് കിട്ടാം, അല്ലെങ്കിൽ സർവീസ് ആയിട്ട് കിട്ടാം, എങ്ങനെയായാലും കിട്ടാം. അപ്പൊ അങ്ങനെയാണ് പേഴ്സണൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് നമുക്കൊരു ഗുഡ്സ് അല്ലെങ്കിൽ വല്ല പ്രോപ്പർട്ടീസ്, നമ്മുടെ മെഷീനറി ആയിട്ടോ അല്ലെങ്കിൽ ബിൽഡിംഗ് ആയിട്ടോ അങ്ങനെയുള്ളൊക്കെ അക്കൗണ്ട്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വിചാരിക്കാം. അങ്ങനെയുള്ള ഏതെങ്കിലും അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? രണ്ടാമതായിട്ട് കൊടുക്കുക കേട്ടോ. ഡെബിറ്റ് ഡിനോട്ട്സിന് രണ്ടാമത് കൊടുക്കുക. രണ്ടാമത് എന്താണ്? ഗുഡ്സ് ഓർ പ്രോപ്പർട്ടീസ്. ഗുഡ്സ് ഓർ പ്രോപ്പർട്ടീസ്. ഗുഡ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഡെബിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മെഷീനറിയെ ഡെബിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബിൽഡിങ്ങിനെ ഡെബിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മോട്ടോർ കാറിനെ ഡെബിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ആ അക്കൗണ്ടിന്റെ വാല്യൂ കൂടി, വാല്യൂ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. വാല്യൂ ഇൻക്രീസ് ചെയ്തു. നേരത്തെ അസറ്റിന്റെ കാര്യം പറഞ്ഞു അല്ലേ? അസറ്റ് മെഷീനറിയെ ഡെബിറ്റ് ചെയ്തു. ഡെബിറ്റ് ചെയ്താൽ വാല്യൂ കൂടി, വാല്യൂ ഇൻക്രീസ്ഡ്. അപ്പൊ അതിന് നേരെ എഴുതുക ഗുഡ്സ് ഓർ പ്രോപ്പർട്ടീസ് ഡെബിറ്റ് ഡിനോട്ട്സ് വാല്യൂ ഇൻക്രീസ്ഡ്. വാല്യൂ ഹൈക്ക് ചെയ്തു, വാല്യൂ ഇൻക്രീസ്ഡ്. ഇനി ക്രെഡിറ്റ് ഡിനോട്ട്സ് ഇതേപോലെ എഴുതുക ഗുഡ്സ് ഓർ പ്രോപ്പർട്ടീസ്. ക്രെഡിറ്റ് ഡിനോട്ട്സ് എഴുതുക ഗുഡ്സ് ഓർ പ്രോപ്പർട്ടീസ്. അവിടെ എന്താണ് ചെയ്യുന്നത്? വാല്യൂ ഇൻക്രീസ് ചെയ്യല്ല ചെയ്യുന്നത്, പകരം എന്താണ്? വാല്യൂ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു മെഷീനറി അക്കൗണ്ടിനെ, അല്ലെങ്കിൽ ബിൽഡിംഗ് അക്കൗണ്ടിനെ, അല്ലെങ്കിൽ ഒരു മോട്ടോർ കാറിനെ, ഒരു കമ്പ്യൂട്ടറിനെ, ഇതൊക്കെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ വാല്യൂ കുറഞ്ഞു, വാല്യൂ ഡിക്രീസ് ചെയ്തു. ഇതുവരെ എല്ലാവരും എഴുതിയിട്ടുണ്ടോ? എഴുതി സാർ. ഓക്കെ, ഇത്ര എഴുതി കഴിഞ്ഞാൽ മൂന്നാമത്തെ കാര്യമാണ് എഴുതുക. മൂന്നാമത്തേതിൽ അതർ അക്കൗണ്ട്സ്. മൂന്നാമതായിട്ട് എഴുതുക അതർ അക്കൗണ്ട്സ്. അതർ അക്കൗണ്ട്സ്. അതർ അക്കൗണ്ട്സ് നമ്മൾ കാണിക്കേണ്ടത് ഈ അതർ അക്കൗണ്ട്സിന് ബ്രാക്കറ്റ് ആയിട്ട് ഏതൊക്കെയാണ് അക്കൗണ്ട്സിന് കൊടുക്കുക? എക്സ്പെൻസസ് ഓർ ലോസസ്. എക്സ്പെൻസസ് ഓർ ലോസസ് ഇതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്. ഡെബിറ്റ് നോട്ട്സിൽ അതർ അക്കൗണ്ട്സ് അതിലെന്ത് ചെയ്യുക? എക്സ്പെൻസസ് ഓർ ലോസസ്.
ഒരു എക്സ്പെൻസിനെ അല്ലെങ്കിൽ ഒരു ലോസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എക്സാമ്പിൾ ആയിട്ട് സാലറി, വേജ്, റെന്റ്, അതേപോലെ ഡിസ്കൗണ്ട് കൊടുക്കുകയാണ്, ഡിസ്കൗണ്ട് ഇഷ്യൂഡ്. സോ ഇതൊക്കെ നമ്മൾ ഡെബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം എന്നുള്ള ഡെബിറ്റ് ഡിനോട്ട്സ്. അത് നേരെ ആരോ മാർക്ക് കൊടുത്ത് എഴുതുക. ഒരു എക്സ്പെൻസ് ആണെങ്കിൽ സാലറി ഡെബിറ്റ് ചെയ്താൽ ആ സാലറി പുതിയ എക്സ്പെൻസ് വന്നിട്ടുണ്ട്, അപ്പോൾ അതാണ് മീനിങ്. അപ്പോൾ എഴുതുക ഇൻകേർഡ് എക്സ്പെൻസ്, ഇൻകേർഡ് എക്സ്പെൻസ്, ഇൻകേർഡ് എക്സ്പെൻസ്. or has cost money, has lost money, has lost money, incurred cost or has lost money, incurred cost or has lost money. നമുക്ക് എന്തെങ്കിലും ചെലവ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് ക്യാഷ് നഷ്ടമായിട്ടുണ്ട്, ഇതാണ് ഡിസ്കൗണ്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ ചെലവല്ല നമ്മുടെ, പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കൗണ്ട് കൊടുത്ത് നമുക്ക് കുറച്ച് ക്യാഷ് നഷ്ടമായി, നമുക്ക് കിട്ടേണ്ട കുറച്ച് ക്യാഷ് നഷ്ടമായി. അപ്പൊ അങ്ങനെയാണ് ഡെബിറ്റ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ക്രെഡിറ്റിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ഡിനോട്ട്സിന് താഴെ എഴുതുക അതർ അക്കൗണ്ട്സ്. മൂന്നാമതായിട്ട് അതർ അക്കൗണ്ട്സ്, ക്രെഡിറ്റ് ഡിനോട്ട്സ്, അതിൽ എഴുതുക അതർ അക്കൗണ്ട്സ്. അവിടെ വരുന്നത് ഇൻകംസും ഗെയിൻസും ആണ്. ബ്രാക്കറ്റിൽ എഴുതുക ഏതൊക്കെയാണ്, ഇൻകം ആൻഡ് ഗെയിൻസ്, ഇൻകം ആൻഡ് ഗെയിൻസ്. ഒരു ഇൻകത്തെയോ അല്ലെങ്കിൽ ഗെയിനെയോ ആണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടി വരുന്നത്. അവിടെ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, അവിടെ അതിന് നേരെ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ട് എഴുതുക ഇൻകം റിസീവ്ഡ്, ഇൻകം റിസീവ്ഡ് or firm has made a gain, firm has made a gain. ഓക്കെ, ഇതുവരെ എല്ലാവരും എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ എന്ന് പറയൂ. കഴിഞ്ഞു സാർ. ഇനി പേജ് നമ്പർ 44 ആണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഒരു ട്രാൻസാക്ഷൻ നിങ്ങളോട് പറയാണ്. പെയ്ഡ് റെന്റ് ഇൻ ക്യാഷ്, പെയ്ഡ് റെന്റ്, പെയ്ഡ് റെന്റ്, സോറി, റുപ്പീസ് 1000, 1000 രൂപയുടെ റെന്റ് കൊടുത്തു. ഇതിനെ ജേണൽ എൻട്രി എന്ന് പറയും. നിങ്ങൾ ജേണൽ എൻട്രി എന്ന് പറയും. ആരാ പറയുന്നത്? റോബിൻ റെജി എന്ന് പറയും. പെട്ടെന്ന് പറയൂ. പെയ്ഡ് റെന്റ് ഏതൊക്കെ അക്കൗണ്ട്സാ? അത് പെയ്ഡ് റെന്റ്, റെന്റ് അക്കൗണ്ട് ഉണ്ടല്ലോ. റെന്റ് അക്കൗണ്ട് ഉണ്ട്. റെന്റ് അക്കൗണ്ട് ഉണ്ട്. എങ്ങനെ കൊടുത്ത്? ക്യാഷ് അല്ല കൊടുക്കുന്നത്? ക്യാഷ് അക്കൗണ്ട് ഉണ്ട്. എന്ത് ചെയ്യണം? അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഉണ്ട്. റെന്റ് റെന്റ് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണ്ടേ? എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യണം. റെന്റ് അക്കൗണ്ട് ഡെറ്റർ ഡെബിറ്റ് ചെയ്യണം. റെന്റ് അക്കൗണ്ട് ഡെറ്റർ ഡെറ്റർ ടു അക്കൗണ്ട് ഡെറ്റർ ക്യാഷ് എന്ത് ചെയ്യണം? ടു ക്യാഷ്. ക്യാഷ് കുറയല്ല ചെയ്യുന്നത് അല്ലേ?
ക്യാഷ് കുറയുന്നു. ക്യാഷ് കുറഞ്ഞ് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം? ടു ക്യാഷ് അക്കൗണ്ട്. ക്രെഡിറ്റ് ചെയ്യണം. ടു ക്യാഷ് അക്കൗണ്ട്. ഓക്കെ. റെന്റ് അക്കൗണ്ട് അറ്റ് ക്യാഷ് അക്കൗണ്ട്. എത്ര എമൗണ്ട്? 1000 അല്ലേ? 1000 എഴുതി. ഇത്ര എഴുതി കഴിഞ്ഞാൽ ഞാൻ ഈ ജേണലിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാം. റെന്റ് അക്കൗണ്ട് ലെഡ്ജറിലെ ബുക്ക് തുറന്നു നോക്കിയാൽ അവിടെ എന്തുണ്ടാവും? ഒരു റെന്റ് അക്കൗണ്ട് ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഫോർമാറ്റ് മാത്രം കാണിക്കുന്നു, മുഴുവൻ കാണിക്കുന്നില്ല കേട്ടോ. മുഴുവൻ നമ്മൾ ചെയ്യുമ്പോൾ കാണിക്കാം. ആ റെന്റ് അക്കൗണ്ടും ഉണ്ടാവും, അതേപോലെ തന്നെ നമ്മൾ ക്യാഷ് അക്കൗണ്ട്, രണ്ട് അക്കൗണ്ട് നമ്മുടെ മുന്നിൽ ഉണ്ടാവും. റെന്റ് അക്കൗണ്ട് ദെൻ ക്യാഷ് അക്കൗണ്ട്. മുഴുവൻ ഫോർമാറ്റിലേക്ക് പോകുന്നില്ല, ജസ്റ്റ് റഫായിട്ട് മാത്രമേ കാണിക്കുന്നു കേട്ടോ. ക്യാഷ് അക്കൗണ്ട് നിങ്ങൾക്കിത് വായിക്കാൻ പറ്റുന്നുണ്ടോ സ്ക്രീനിൽ നിന്ന്? പറ്റുന്നുണ്ട്. ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് ഇനി എഴുതി കഴിഞ്ഞാൽ ഇവിടെ നോക്കാം. ഈ ജേണലിനെ നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യും? അടുത്ത ആ ലെഡ്ജറിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആദ്യം റെന്റ് അക്കൗണ്ടിന്റെ ആ ഭാഗം എടുക്കുന്നത്. റെന്റ് അക്കൗണ്ട് ഡെറ്റർ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവിടേക്ക് പോകണം. എവിടേക്ക് പോകണം? റെന്റ് അക്കൗണ്ട് ഡെറ്റർ. ഏത് അക്കൗണ്ടിലേക്ക് പോകണം? റെന്റിന്റെ അക്കൗണ്ടിലേക്ക് പോകണം. ഓക്കെ. റെന്റ് അക്കൗണ്ടിലേക്ക് പോയി കഴിഞ്ഞിട്ട് ഞാൻ എന്ത് എഴുതണം? എവിടേക്ക് നിൽക്കണം? ഇവിടെ റെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ റെന്റ് അക്കൗണ്ടിന് ഡെബിറ്റ് സൈഡ് എവിടെ? ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അവിടേക്ക് വരണം. അവിടെ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ വന്ന് എന്റെ കയ്യിൽ നിൽക്കണം. ഓക്കെ. റെന്റ് അക്കൗണ്ട് ഡെറ്റർ എന്നുള്ളത് ഞാൻ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ഈ റെന്റ് എന്ന് കണ്ടത് ഡെറ്റർ ആണ്. അപ്പൊ റെന്റ് അക്കൗണ്ടിന് ഡെബിറ്റ് സൈഡിൽ, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അവിടെ വന്നിട്ട് കയ്യിൽ നിൽക്കണം. ഓക്കെ. അവിടെ ഞാൻ എന്ത് എഴുതണം? ഓൾറെഡി ഇവിടെ റെന്റ് എന്ന അക്കൗണ്ട് മേലെ എഴുതി വെച്ചിട്ടുണ്ട്, കോമൺ ആയിട്ട് പേരുണ്ട് റെന്റ് അക്കൗണ്ട്. ഇനി റെന്റ് അക്കൗണ്ടിന്റെ ഉള്ളിൽ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എവിടെയും റെന്റ് അക്കൗണ്ട് എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ എഴുതുന്നത് റെന്റ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്തു, റെന്റ് അക്കൗണ്ട് ഡെറ്റർ എന്ന് നമ്മൾ കാണുന്നുണ്ട്, DR മേലെ എഴുതി വെക്കുന്നുണ്ട് നമ്മൾ റെന്റ് അക്കൗണ്ട് ഡെറ്റർ. ഇനി എന്തുകൊണ്ട് ഡെബിറ്റ് ചെയ്തു എന്നാണ് എഴുതുന്നത് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ. ഈ ജേണൽ എൻട്രിയിൽ എന്താണോ അവിടെ ക്രെഡിറ്റ് വന്നിട്ടുള്ളത് അത് നമ്മൾ ഇവിടെ കൊടുത്ത് ഡെബിറ്റ് സൈഡിൽ എഴുതും. പറയാൻ മനസ്സിലായോ? റെന്റ് അക്കൗണ്ട് ഡെറ്റർ എന്ന് കണ്ടു, അപ്പൊ ഞാൻ റെന്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്ക് വന്നു. എന്നിട്ട് അവിടെ എന്താ എഴുതാൻ പോകുന്നത്? ആ ജേണൽ എൻട്രിയിൽ എന്താണോ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളത് അത് ഞാൻ എന്ത് ചെയ്തു? ഇവിടേക്ക് എഴുതും. ഇവിടെ എന്ത് എഴുതും ഞാനപ്പോ? റെന്റ് അക്കൗണ്ട് ഈ ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ് എന്ന് എഴുതിയിട്ട് ടു ക്യാഷ് അക്കൗണ്ട്. എമൗണ്ട് എത്രയാണ്? 1000 ആണ് അല്ലേ? ആ 1000 റുപ്പീസ് ഞാൻ അവിടെ എഴുതി വെക്കും. ഓക്കെ. അപ്പൊ റെന്റിന്റെ കാര്യം നമ്മൾ റെന്റിന്റെ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്തു. ഇത് എന്ത് ചെയ്തു? റെന്റിന്റെ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്തു എന്നാ പറയാം. ഇത് മാത്രം മതിയോ? ക്യാഷ് അക്കൗണ്ട് കൂടി പോസ്റ്റ് ചെയ്യണം. ക്യാഷിന്റെ അക്കൗണ്ട് ഇവിടെ കാണുന്നു. ക്യാഷിന്റെ അക്കൗണ്ട് ഞാൻ എന്താ കാണുന്നത്? ടു ക്യാഷ് അക്കൗണ്ട് എന്നാ. ടു എന്ന് പറഞ്ഞാൽ അതിന് ക്രെഡിറ്റ് ചെയ്തു എന്ന അർത്ഥം. ക്രെഡിറ്റ് ചെയ്തു എന്ന് അർത്ഥം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ടു എന്ന ക്യാഷ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് എന്റെ കൈ വരണം. ക്രെഡിറ്റ് സൈഡിലാണ് എന്റെ കൈ വരേണ്ടത്. ക്രെഡിറ്റ് സൈഡ് എന്നത് റൈറ്റ് ഹാൻഡ് സൈഡ് ആണ്. അവിടേക്ക് വന്നിട്ട് ഞാൻ എന്ത് എഴുതണം? ക്യാഷിന് എഴുതണോ? ക്യാഷിന് ഇനി അതിൽ എഴുതാൻ പറ്റില്ല. പകരം എന്ത് ചെയ്തത്? അതിനെ ക്രെഡിറ്റ് ചെയ്തത് ഏത് അക്കൗണ്ട് കൊണ്ടാണ്? ഏത് അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്തത്? ആ ജേണൽ എൻട്രിയിൽ ഡെബിറ്റ് ചെയ്യാതെ ഇതിന് ക്രെഡിറ്റ് ചെയ്യാൻ കാരണം എന്താ? വേറെ ഒന്നും ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡെബിറ്റ് ചെയ്ത ആ കാരണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ടത്. എന്ത് എഴുതണം? ക്രെഡിറ്റ് എഴുതുന്ന എപ്പോഴും ബൈ വെച്ചിട്ട് തുടങ്ങണം. ഡെബിറ്റ് എഴുതുന്ന എപ്പോഴും ടു വെച്ചിട്ടും ക്രെഡിറ്റിൽ ബൈ എന്ന് വെച്ചിട്ട് എന്ത് എഴുതണം? ഇവിടെ ഏത് ഈ ജേണൽ എൻട്രിയിൽ ഏത് അക്കൗണ്ടിനെയാണ് ഡെബിറ്റ് ചെയ്തിട്ടുള്ളത്? ജേണൽ എൻട്രി ഏത് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു? ജേണൽ എൻട്രി ഏത് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു? റെന്റിനെ ഡെബിറ്റ് ചെയ്തു. റെന്റ് അക്കൗണ്ട് ബൈ റെന്റ് അക്കൗണ്ട് 1000 രൂപ. ഓക്കെ. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? ഞാൻ ഇവിടേക്ക് പോസ്റ്റ് ചെയ്യുക. പറഞ്ഞ മനസ്സിലായോ? ഡെബിറ്റ് ചെയ്ത അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിന് ഡെബിറ്റ് സൈഡിൽ വന്നിട്ട് ഏത് അക്കൗണ്ട് ആണോ ക്രെഡിറ്റ് ചെയ്തെന്ന് എഴുതുക. ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ട് ആണെങ്കിൽ എന്ത് ചെയ്യുക? അതിന് ക്രെഡിറ്റ് സൈഡിൽ വന്നിട്ട് ഏത് അക്കൗണ്ട് ആണോ ഡെബിറ്റ് ചെയ്തത് അത് വന്ന് എഴുതുക. അത്രയേ ഉള്ളൂ നമുക്ക് മനസ്സിലാക്കാൻ. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു വർക്ക് തരികയാണ്. നമുക്ക് നോക്കാം. അടുത്ത ക്ലാസ് നമ്മൾ ചെയ്യും കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്ത വർക്ക് ഉണ്ടല്ലോ, നമ്മൾ നേരെ ജേണൽ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ? നമ്മൾ ജേണൽ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ.
ജേണൽ എഴുതി എല്ലാന്റെ കയ്യിലുണ്ടല്ലോ, പറയടോ. ഉണ്ട് സാർ. ഓക്കെ, ഉണ്ട്. ആ ജേണലിൽ വെച്ച് നമ്മൾ എങ്ങനെ ലെഡ്ജർ പോസ്റ്റിംഗ് നടത്തുകയെന്നാണ് നോക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് ഹോസ്റ്റ് മാറ്റട്ടെ. ഓക്കെ, ആദ്യത്തെ സ്ക്രീനിൽ കാണുന്നുണ്ടാവും അല്ലേ? ഫസ്റ്റ് നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു വികാസ് ക്യാപിറ്റൽ അക്കൗണ്ട്, അതേപോലെ വൈബൽ വീസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതിന് നമ്മൾ എങ്ങനെ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാന്ന് നോക്കുന്നത്. ലെഡ്ജറിന്റെ ഫോർമാറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും അല്ലേ? സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഇതായിരുന്നു നമ്മൾ ആദ്യത്തെ ജേണൽ എൻട്രി. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു വികാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു വൈഭവീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ആർക്കും കാണാത്ത ബുദ്ധിമുട്ടുണ്ടോ? ക്ലിയർ ആണോ സ്ക്രീന്? ക്ലിയർ ആണ് സാർ. ഓക്കെ, ഇവിടെ നമ്മൾ എങ്ങനെ ഇതിലേക്ക് പോസ്റ്റ് ചെയ്യണം ഒരു മോഡൽ ഞാൻ കാണിച്ചു തരാം. അതനുസരിച്ച് നമുക്ക് മറ്റുള്ള അക്കൗണ്ട് ചെയ്യണം. നിങ്ങൾ ഇവിടെ നമുക്ക് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എന്നുള്ളതാണ്. ഈ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. ഈ ട്രാൻസാക്ഷനിൽ ക്യാഷിന് എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ലെഡ്ജറിലേക്ക് ഏത് അക്കൗണ്ടിലേക്ക് വരണം? ഏത് അക്കൗണ്ടിലേക്ക് വരണം ഒന്ന് പറയൂ. ക്യാഷ് അക്കൗണ്ട്. ആ, ക്യാഷ് അക്കൗണ്ടിന് ഏത് സൈഡിലേക്ക് വരേണ്ടത്? ക്യാഷിന് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര ഡെബിറ്റ് ചെയ്തത്? 7,50,000 രൂപക്ക് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? 7,50,000 രൂപ ഡെബിറ്റ് ചെയ്തിട്ടാണ് ക്യാഷിന്. അപ്പൊ ക്യാഷിന് ഡെബിറ്റ് സൈഡിലേക്ക് ഞാൻ വന്നു. അവിടെ വന്നിട്ട് എന്ത് ചെയ്യാം? ഇത് ഡേറ്റ് എന്നാ നടക്കുന്നത്? ഡേറ്റ് 1/4 ആണ് അല്ലേ? 1/4/2015 ആണ് എന്റെ ഓർമ്മ. 2015 അന്നത്തെ ഡേറ്റ് ഞാൻ ഇട്ടു 1/4/15 ഡെബിറ്റ് ഇട്ടു. എന്നിട്ട് ഞാൻ നമ്മുടെ ഈ അക്കൗണ്ടിൽ ഡെബിറ്റ് വരണം അല്ലെ? ഇവിടെ ഡെബിറ്റ് ക്യാഷ് അക്കൗണ്ട് ഡെറ്ററാ. ഡെബിറ്റ് എത്ര രൂപ വരണം? 7,50,000 രൂപ വരണം. അത് എങ്ങനെയാ വരുന്നത്? രണ്ട് അക്കൗണ്ടുകൾ ക്രെഡിറ്റ് ചെയ്തിട്ടാണ് ഡെബിറ്റ് വരുന്നത്. ആ കാര്യമാണ് എന്ത് ചെയ്യുന്നത്? പർട്ടിക്കുലർ കോളത്തിൽ കൊടുക്കുന്നത്. അപ്പം അവിടെ എന്തൊക്കെയാണ് 2 എന്ന് കാണുന്നത്? ആ 2 എന്ന് കാണുന്ന ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ വന്നിട്ട് പർട്ടിക്കുലർ കോളത്തിൽ എഴുതുക. എപ്പോഴും മനസ്സിലാക്കുക, ഒരു അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ പർട്ടിക്കുലർ കോളത്തിൽ അക്കൗണ്ട് തുടങ്ങുമ്പോൾ അതിന് മുന്നിൽ ചേർക്കുന്നത് എന്താണ്? 2, ഡെബിറ്റഡ് 2 എന്നാണ് പറയുക. സോ 2 എന്നുള്ള ടേം ആദ്യം യൂസ് ചെയ്യുക. 2 അവിടെ ഏത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്? ആരുടെ ക്യാപിറ്റലാണ്? വികാസ് ക്യാപിറ്റൽ. സോ വികാസ് ക്യാപിറ്റൽ അക്കൗണ്ടിന് കൊടുക്കുക. വികാസ് ക്യാപിറ്റൽ അക്കൗണ്ട്